ഹലോ ഇഷ്ടമണീസ്. അപ്പൊ നമുക്കിന്ന് വർമാല പ്രിസർവേഷൻ ചെയ്യുന്നതൊന്ന് കണ്ടാലോ? ഈ വർക്ക് നമുക്ക് കുറച്ച് സ്പെഷ്യൽ ആണ് കേട്ടോ. എല്ലാവർക്കും നമുക്ക് സ്പെഷ്യൽ ആണ്. പക്ഷേ ഈ വർക്ക് സ്പെഷ്യൽ ആവാൻ കാരണം ഞാൻ കുറച്ച് നാൾ മുന്നേ വിചാരിച്ച ഒരു കാര്യം കേട്ടോ. ഒരു വുഡൻ ഫ്രെയിമിൽ വർക്ക് ചെയ്യണമെന്ന്. നമ്മൾ ബിസിനസ് തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ല, എന്നാലും ഓരോ വുഡൻ വർക്ക് കാണുമ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു വുഡൻ ഫ്രെയിമിൽ വർക്ക് ചെയ്യണമെന്ന്. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമുക്ക് ഈ വർക്ക് കിട്ടുന്നത് കേട്ടോ. ഇത് നമുക്ക് ഡയറക്റ്റ് വീട്ടിൽ കൊണ്ടുതന്നതാണ്. ഫ്ലവേഴ്സ് അത്യാവശ്യം കുറച്ച് വാടിയിട്ടുണ്ടായിരുന്നു, ബട്ട് കൊണ്ടുവന്നപ്പോൾ തന്നെ നമ്മൾ അതിന്റെ തണ്ടൊക്കെ കട്ട് ചെയ്ത് സിൽക്ക സാൻഡിൽ ട്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ താലി ചരടും ഉണ്ടായിരുന്നു നമുക്ക് പ്രിസർവ് ചെയ്യാനായിട്ട്. നമ്മൾ ഫ്ലവേഴ്സ് കിട്ടുമ്പോൾ റെസിൻ വർക്ക് ചെയ്യാൻ വേണ്ടി ഡയറക്റ്റ് എടുത്ത് റെസിൻ പ്രിസർവ് ചെയ്യില്ല കേട്ടോ. അതിൽ കുറച്ച് ഏറെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഫസ്റ്റ് നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടി സിൽക്ക സാൻഡിൽ ഒരു 2-3 ഡേയ്സ് ഒക്കെ വെച്ച് ട്രൈ ചെയ്ത് ആ സാൻഡൊക്കെ ഫ്ലവറിൽ നിന്ന് സോഫ്റ്റ് ബ്രഷ് വെച്ച് റിമൂവ് ആക്കിയിട്ടൊക്കെയാണ് പ്രിസർവ് ചെയ്യുന്നത്. ട്രൈ ചെയ്ത് കഴിഞ്ഞ് നമ്മളത് ഡയറക്റ്റ് എടുത്ത് അങ്ങനെ ഇടില്ല. ഓരോ പെറ്റൽസ് ആയിട്ട് വെക്കണമെങ്കിൽ ഓരോ പെറ്റൽസ് ആയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കും. പിന്നെ ഫുള്ളായിട്ട് ഫ്ലവർ വെക്കണമെങ്കിൽ അങ്ങനെ ഫുള്ളായിട്ടും വെക്കും. പക്ഷെ ഇതിനകത്ത് നമുക്ക് വൈറ്റ് റോസ് ഒക്കെ അത്യാവശ്യം കട്ട് ചെയ്തപ്പോൾ തന്നെ അത് എറിന്ന് പോകുന്നുണ്ടായിരുന്നു. പിന്നെ അതിനകത്ത് നമുക്ക് റോസ് ആയിട്ടുള്ള ഫ്ലവർ നമ്മൾ അതേ കണക്ക് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ റെസിന് ഓരോ കോട്ടും ഒഴിച്ചു കൊടുത്ത് 24 hours വെയിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ അടുത്ത കോട്ട് ഒഴിക്കുന്നത്. പിന്നെ റെസിൻ വർക്ക് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ് കേട്ടോ. നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ക്വാളിറ്റി റെസിൻ വെച്ചിട്ടാണ് ഓരോ വർക്കും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ റെസിനൊക്കെ പോർ ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് ബബിൾസ് ഒക്കെ വരും. അപ്പോൾ നമുക്ക് ഈ ബബിൾസ് ഒക്കെ പോകാനായിട്ടാണ് നമ്മൾ ബ്ലോ ടോർച്ച് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ അത്യാവശ്യം ഈ ടോർച്ചൊക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ബബിൾസ് ഒക്കെ അങ്ങ് ഫ്രീ ആവും കേട്ടോ. പിന്നെ നമ്മളോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് ഏത് സ്റ്റിക്കറാണ് നിങ്ങൾ നെയിമൊക്കെ വെച്ച് ആഡ് ആക്കുന്നത്, ഏത് സ്റ്റിക്കറാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ. നമ്മൾ ഇതിനകത്ത് ഗോൾഡൻ മെറ്റൽ സ്റ്റിക്കറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു 6x6 ഇഞ്ച് വർമല പ്രിസർവേഷൻ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാം കേട്ടോ. ഇതിന്റെ ഫൈനൽ ഔട്ട്ലുക്ക് കാണുമ്പോൾ അറിയാം നിങ്ങൾക്ക് റെസിന്റെ ക്വാളിറ്റി. അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വർമല പ്രിസർവേഷൻ ചെയ്യാൻ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ താഴെ നമ്മൾ ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റിലോ നമ്മൾ ആ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തേക്കാം. ജസ്റ്റ് ഒന്ന് DM ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിന്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഒരു ഗ്ലോസി ഫിനിഷ് ഒക്കെ ഇല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫ്രെയിം ഇഷ്ടമാണെങ്കിലും ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതേ കണക്ക് നിങ്ങളുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.